നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ത്രിവർണ്ണ പതാക ഉയർത്തിയ ശേഷം ഞാൻ മടങ്ങി വരും, അല്ലെങ്കിൽ അതിൽ പൊതിഞ്ഞു മടങ്ങി വരും. ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ഈ വാക്കുകൾ. എൻ്റെ രക്തത്തിൻ്റെ വീര്യം തെളിയിക്കുന്നതിന് മുൻപ് മരണം എന്നെ തേടിയെത്തിയാൽ ഞാൻ മരണത്തെ പോലും വധിക്കുമെന്ന് സത്യം ചെയ്യുന്നു. ലഫ്റ്റനന്റ് മനോജ് കുമാർ പാണ്ഡെയുടെ വാക്കുകൾ. കാർഗിൽ യുദ്ധവീരന്മാരാണ്, നമ്മുടെ രാജ്യത്തിനു വേണ്ടി പോരാടി മരിച്ചവരാണ്. 527-ലധികം ഇന്ത്യൻ സൈനികർ ജീവൻ ബലിയർപ്പിച്ച ഈ യുദ്ധം ഇന്ത്യയുടെ ധീരതയും ആത്മവിശ്വാസവും ലോകത്തിന് മുന്നിൽ തെളിയിച്ച ഒരു നിർണായക പോരാട്ടമായിരുന്നു. അതിർത്തി സംരക്ഷിക്കാനുള്ള ഇന്ത്യൻ സൈന്യത്തിൻ്റെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ പ്രതീകമായി കാർഗിൽ വിജയം ഇന്നും നമ്മൾ അഭിമാനത്തോടു കൂടി ഓർക്കുന്നു. ഈ യുദ്ധത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. പാകിസ്ഥാൻകാർ കാർഗിൽ സെക്ടറിൽ നുഴഞ്ഞുകയറ്റം നടത്തുന്നുവെന്ന് ആദ്യമായി അറിയിച്ചത് ഇടയനായിട്ടുള്ള ആ പ്രദേശത്ത് ആട്ടിടനായി ജോലി ചെയ്തിരുന്ന താഷി നംഗ്യാലായിരുന്നു. താഷി നംഗ്യാൽ തൻ്റെ കാണാതായ യാക്കിനെ തിരയുന്ന സമയത്താണ് മറഞ്ഞിരിക്കുന്ന പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ കാണുന്നത്. വേഗം അദ്ദേഹം സൈന്യത്തിനെ വിവരമറിയിച്ചു. ഉടൻ തന്നെ അവർ അന്വേഷിച്ചപ്പോൾ വിവരങ്ങൾ ശരിയാണെന്ന് കണ്ടെത്തി. തുടർന്ന് ശ്രീനഗർ മുതൽ ലേ വരെയുള്ള നിയന്ത്രണ രേഖയ്ക്ക് കുറുകെയുള്ള നാഷണൽ ഹൈവേ 10-ൽ ഉയർന്ന കൊടുമുടി പോസ്റ്റുകളിൽ നിന്ന് എളുപ്പത്തിൽ ലക്ഷ്യമിടാൻ സാധിക്കുന്ന പ്രദേശത്തു നിന്നുള്ള ആക്രമണം. സൈനിക നടപടിയിലൂടെ തന്നെ കശ്മീർ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കാനുള്ള അവസരം പാകിസ്ഥാൻ ഇതോടുകൂടി ഇന്ത്യക്ക് ലഭ്യമാകുന്നതിന് പശ്ചാത്തലവും ഒരുങ്ങുകയായിരുന്നു. നമ്മൾ ആ യുദ്ധം വിജയിച്ചു. ത്രിവർണ്ണ പതാകയേന്തി ശത്രുവിന് കൊടുത്ത ആ മറുപടി ലോകത്ത് എപ്പോഴും അഭിമാനത്തോടെ നമ്മൾ തലയുയർത്തി നിൽക്കുന്നതാണ്. 1999-ൽ പാകിസ്ഥാൻ പിന്തുണയുള്ള സൈനികരും നുഴഞ്ഞുകയറ്റക്കാരും ജമ്മു കാശ്മീരിലെ കാർഗിൽ മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഉയർന്ന മലനിരകൾ കൈയടക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 16,000 മുതൽ 18,000 അടി വരെ ഉയരത്തിലുള്ള ഈ മഞ്ഞുമലകളിലെ അതിശൈത്യമൊക്കെ ശത്രുവിന് വലിയ തോതിൽ പ്രയോജനം ചെയ്തു. ആക്രമണം നേരിട്ടുകൊണ്ട് ഐതിഹാസികമായ ഓപ്പറേഷൻ വിജയിലൂടെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുകയാണ്. പക്ഷേ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നിരവധി സൈനികർ നഷ്ടപ്പെടുന്നു. നമുക്ക് പല തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു നമ്മുടെ അതിർത്തി സംരക്ഷണവുമായി ബന്ധപ്പെട്ട്. പിന്നീട് അത് വലിയ തോതിലുള്ള നമ്മുടെ സൈനികപരമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. വീണ്ടും വിവിധ ജയങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. കാർഗിൽ വിജയ് ദിവസമായി ഇന്ന് രാജ്യചരിത്രത്തിൽ ഇത് ആചരിക്കപ്പെടുകയാണ്. യുദ്ധവിജയത്തിൻ്റെ വാർഷികം മാത്രമല്ല, രാജ്യത്തിനു വേണ്ടി എല്ലാം ത്യജിച്ച സൈനികരുടെ ആത്മസമർപ്പണത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലുകളുടെ ദിനമാണ് ഇന്ന്. മഞ്ഞുമലകളിൽ ജീവൻ പണയം വെച്ച് പോരാടിയ ആ ധീരതയുടെ കഥകൾ ഇന്നും ഓരോ ഇന്ത്യൻ പൗരൻ്റെയും മനസ്സിൽ ദേശസ്നേഹത്തിൻ്റെ വല്ലാത്ത ഓർമ്മകൾ ജ്വലിപ്പിക്കുന്നുണ്ട്. കാർഗിലിലെ ഓരോ മലനിരകളിലും ഇന്ന് ഇന്ത്യൻ പതാക പാറുന്നുണ്ട്. അത് നമ്മുടെ ധീര സൈനികരുടെ ആത്മാഭിമാനത്തിൻ്റെ പാറിപ്പറക്കൽ കൂടിയാണ്. നമുക്ക് തലക്കെട്ടുകളിലേക്ക് കടക്കാം. അമേരിക്കയ്ക്ക് പിന്തുണ തുടർന്നാൽ ബ്രിട്ടനെയും ആക്രമിക്കുമെന്ന് ഇറാൻ. സംഘർഷത്തിൽ അമേരിക്കയുടെ 11 പോർവിമാനങ്ങൾ തകർത്തായും അവകാശവാദം. 200 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടെന്ന IRGC. ഇറാനെതിരായ സൈനിക നടപടികളിൽ പങ്കാളിയല്ലെന്ന് കുവൈറ്റ്. 4,000 കോടി വരുന്ന സൂപ്പർ പ്ലെയിൻ ഉപേക്ഷിച്ച് ട്രംപ് പഴയതിലേക്ക് മാറിയതിന് പിന്നിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത്. പിന്നിൽ ഇറാനിയൻ പ്രോക്സി ഗ്രൂപ്പുകളുടെ മിസൈൽ ഭീഷണി എന്ന വിവരം. ഖത്തർ നൽകിയ വിമാനം ട്രംപ് മാറിക്കയറിയത് തുർക്കിയിൽ നാറ്റോ ഉച്ചകോടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ പ്രതിരോധ ശേഷിയിലെ പരിമിതിയും സാങ്കേതിക വ്യത്യാസങ്ങളും കാരണമായി. പുതിയ യുദ്ധമുഖം ചെങ്കടലിൽ. യമനെ ലക്ഷ്യമിട്ട ആക്രമണങ്ങൾക്ക് മറുപടിയുമായി സൗദി. എണ്ണ ടാങ്കറുകൾ ലക്ഷ്യം വെച്ച് ഹൂതികൾ. US-നെ പിന്തുണച്ചാൽ ബ്രിട്ടനെയും ആക്രമിക്കുമെന്ന് ഇറാൻ. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പൽ ആക്രമിച്ച് യുക്രൈന് മുന്നറിയിപ്പ്. ഇറാന് ആയുധം നൽകി സഹായിക്കുന്നത് റഷ്യയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി. റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലകൾ തുടർച്ചയായി ആക്രമിച്ച യുക്രൈൻ. റഷ്യൻ ആഭ്യന്തര വിപണിയിലെ ഊർജ്ജ പ്രതിസന്ധി ഗുരുതരം. യുക്രൈനിലെ ഡ്രോൺ എക്സിബിഷൻ കേന്ദ്രത്തിലടക്കം റഷ്യൻ വ്യോമാക്രമണം. 17 പേർ കൊല്ലപ്പെട്ടു. തെക്കു പടിഞ്ഞാറൻ യൂറോപ്പിൽ ഭീതി ആളിക്കത്തിച്ച് കാട്ടുതീ. ഫ്രാൻസിലും സ്പെയിനിലും 3 ലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഇറ്റലിയിലേക്കും സ്കോട്ട്ലൻഡിലേക്കും തീ പടർന്നു. കാട്ടുതീക്ക് കാരണമായത് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ ഉഷ്ണതരംഗങ്ങൾ. അർജന്റീനയെ വിലക്കണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച ഓൺലൈൻ ഹർജിക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി പ്രസിഡന്റ് ഹവിയർ മിലൈ.
ആളുകൾക്ക് ഞങ്ങളോട് അസൂയയാണെന്നും ഞങ്ങൾ എല്ലാ കാര്യത്തിലും മിടുക്കരാണ് എന്നും ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. അർജന്റീന ഔട്ട് ക്യാമ്പയിനിൽ ഇതുവരെ ഒപ്പിട്ടത് 170 രാജ്യങ്ങളിൽ നിന്നുള്ള 23,31,6,108 വേരിഫൈഡ് ഒപ്പുകൾ. CJPക്കാർക്ക് മുന്നിൽ മുട്ടുമടക്കി രാജിവെച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് പകരം പ്രഹ്ലാദ് ജോഷി. വിദ്യാഭ്യാസ വകുപ്പിൽ തന്റെ പരമാവധി കഴിവ് ഉപയോഗിക്കുമെന്ന് പ്രതികരണം. BJPക്കാർക്ക് പദവിയേക്കാൾ വലുത് രാജ്യവും യുവാക്കളുമാണെന്ന് അമിത്ഷാ. വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണമുണ്ടായത് നാളെ പാർലമെന്റിൽ ഉന്നയിക്കാൻ കോൺഗ്രസ്. ന്യൂസ് 18 മെഗാ എക്സ്ക്ലൂസീവ്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾക്കെതിരെ പുതിയ തെളിവുകൾ. ബിൽ നൽകും മുൻപേ വീണയ്ക്ക് 45 ലക്ഷം രൂപ മുൻകൂറായി കിട്ടി. കള്ളപ്പണം വെളുപ്പിക്കലിൽ CMRL MD ശശിധരൻ കർത്തായ്ക്കെതിരെ കൂടുതൽ കണ്ടെത്തലുകളും. 15 വർഷത്തിനിടെ 182 കോടിയുടെ ക്രമക്കേട് കണ്ടെത്തി ED. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നുവെന്ന PK ശ്രീമതിയുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ്. ശ്രീമതിയുടെ മൊഴിയെടുത്തതിന് പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്തത് കണ്ണൂർ റൂറൽ സൈബർ പോലീസ്. 2 മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയും കേസ്. കേസിന് ആധാരമായത് മറ്റൊരു MLAയുടെ ഭാര്യയുടെ പേരിൽ പെൻഷൻ കൈപ്പറ്റിയെന്ന പ്രചാരണം. താരസംഘടന അമ്മയിലെ തമ്മിൽ തല്ലിൽ ശ്വേതാമേനെതിരെ പുതിയ നീക്കവുമായി മാല പാർവതി. കുറ്റാരോപിതർ മാറി നിൽക്കരുത് എന്ന് മാല പാർവതി. തീരുമാനം പറഞ്ഞാൽ നയിക്കാൻ വലിയ സംഘം വരുമെന്നും വാട്സപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം. നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ അമേരിക്കയ്ക്ക് പിന്തുണ തുടർന്നാൽ ബ്രിട്ടനെയും ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ ഇറാന്റെ പുതിയ മുന്നറിയിപ്പ്. അമേരിക്കയുമായി നമുക്കറിയാം പല കാര്യങ്ങളിലും സഖ്യത്തിലുള്ള രാജ്യമാണ് ബ്രിട്ടൻ. സൈന്യ നീക്കങ്ങളിലടക്കം ബ്രിട്ടനുമായി ചേർന്ന് അമേരിക്ക പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ സമീപകാലത്ത് നാറ്റോ സഖ്യം തകർന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാര്യമായ ചില വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പക്ഷേ ഇപ്പോഴും ഇറാൻ സംശയിക്കുന്നത് ബ്രിട്ടൻ അമേരിക്കയെ സഹായിക്കുന്നുവെന്നാണ്. സംഘർഷത്തിൽ ഒപ്പം അമേരിക്കയുടെ 11 പോർ വിമാനങ്ങൾ തകർത്തതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. 200 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടെന്നും IRGC പറയുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ ഒരു വിവരം പുറത്തുവിട്ടത്. അതായത് യുദ്ധത്തിൽ കുവൈറ്റും പങ്കാളികളാകാൻ ഒരുങ്ങുന്നു എന്നുള്ളത്. ഇത് പൂർണ്ണമായും നിഷേധിക്കുന്ന പശ്ചാത്തലം കുവൈറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, കൂടുതൽ നാശനഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഇറാൻ പുറത്തുവിടുകയാണ്. 11ഓളം പോർ വിമാനങ്ങൾ തകർത്തുവെന്നും 200 സൈനികരെ കൊലപ്പെടുത്തിയെന്നും ഒപ്പം ബ്രിട്ടനും ഇറാന്റെ ഭീഷണിയുണ്ട്. ഇറാൻ ഇത് ആദ്യമായിട്ടല്ല അമേരിക്കയെ സഹായിക്കാൻ തുനിയുന്നവർക്കെതിരെ ഭീഷണി മുഴക്കുന്നത്. പക്ഷേ ബ്രിട്ടനെതിരെ ഇത്തരമൊരു ഭീഷണി മുഴക്കുന്നതിൽ കാര്യമുണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനു മുൻപേ ആണെങ്കിലും പല ഘട്ടത്തിൽ അമേരിക്ക ബ്രിട്ടനോട് അവരുടെ സൈനിക സഹായങ്ങൾ ഉൾപ്പെടെ തേടിയിട്ടുണ്ട്. പക്ഷേ ഇത്തരമൊരു നടപടിക്ക് ബ്രിട്ടൻ തയ്യാറായിരുന്നില്ല. അവരുടെ സൈനിക കേന്ദ്രങ്ങൾ വിട്ടു നൽകാനാണെങ്കിലും സൈനികോപകരണങ്ങൾ ഉപയോഗിക്കാനാണെങ്കിലും അമേരിക്കയ്ക്ക് ബ്രിട്ടൻ അനുമതി നൽകിയിരുന്നില്ല. ഇതിന് പിന്നാലെ US-ന്റെ ഭാഗത്ത് നിന്ന് കടുത്ത വിമർശനങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ അടുത്തിടെ മാത്രമാണ് ആ പ്രശ്നങ്ങൾ ഒന്ന് അനുരഞ്ജനത്തിൽ അടക്കം എത്തിയത്. ഈ നാറ്റോ ഉച്ചകോടിയിൽ ഉൾപ്പെടെ ട്രംപ് എല്ലാ രാജ്യങ്ങൾക്കെതിരെയും കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കെ ഇത്തരമൊരു ആരോപണം ശരിയാണോ എന്നത് തീർച്ചയായിട്ടും വലിയ ചോദ്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ 2ാം ഘട്ട ആക്രമണങ്ങൾ തുടങ്ങുന്നതിന് തൊട്ടു മുൻപേയുള്ള സ്ഥിതിഗതികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ധാരണാപത്രം ഒപ്പിട്ട സമയത്ത് ബ്രിട്ടൻ അവരുടെ ഒരു സൈനിക വിമാനം ഹോർമുസ് കടലിടുക്കിലേക്ക് അയച്ചിരുന്നു. അത് മേഖലയിലുള്ള ഗതാഗതം സുഗമമായി നടത്താൻ വേണ്ടിയിട്ടാണ് എന്നാണ് ബ്രിട്ടൻ ഒരു വിശദീകരണം നൽകിയത്. അന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു കടുത്ത മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഈ ഹോർമുസിലെ പ്രാദേശിക വിഷയങ്ങളിൽ അനാവശ്യമായി കൈകടത്തരുത് എന്നുള്ള രീതിയിൽ ഒരു വിമർശനം പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്കയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിൽ സൈനിക ഉപകരണങ്ങളോ അല്ലെങ്കിൽ യുദ്ധ കേന്ദ്രങ്ങളോ വിട്ടു നൽകുമോ എന്നുള്ള കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇറാൻ നിലവിൽ ഇത്തരമൊരു ഭീഷണി എന്തായാലും നടത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇറാന്റെ ചില ആരോപണങ്ങൾ മാത്രമാണ് നിലവിൽ അമേരിക്കയുടെ 200ഓളം സൈനികരെ വധിച്ചുവെന്നും അതുപോലെ 11 പോർ വിമാനങ്ങൾ തകർത്തു എന്നുള്ളതും. കൂടുതൽ അമേരിക്കയുടെ ഡ്രോണുകൾക്കാണ് ഇറാൻ നാശനഷ്ടം വരുത്തിയിട്ടുള്ളത്. പോർ വിമാനങ്ങൾ ചിലതിന് തീപിടിക്കുക ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്, ചിലത് തകർന്നിട്ടുണ്ട്. എന്നാലും 11 എന്ന് പറയുന്ന സംഖ്യ അത് കുറച്ച് അതിശയോക്തി കലർന്നതാണ്. അതുപോലെ അമേരിക്ക നിലവിൽ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത് 18 സൈനികരുടെ മരണമാണ്.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദോഹയിലൊരു സൈനികൻ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ 19 സൈനികരാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ ഇറാൻ ആക്രമണങ്ങൾ കാരണം. എന്തായാലും അമേരിക്ക ഇത്തരം ആരോപണങ്ങളോട് നിലവിൽ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. അതാണ് സാഹചര്യം. ഇതിനിടയിൽ US ഇറാൻ സംഘർഷങ്ങൾക്ക് താൽക്കാലിക ശമനമുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ചെങ്കടലിൽ പുതിയ യുദ്ധമുഖം തുറക്കുകയാണ്. അതായത് ഇറാന്റെ പിന്തുണയോടുകൂടി ഹൂതികളാണ് ചെങ്കടലിൽ ഇപ്പോൾ ആക്രമണം അഴിച്ചുവിടാൻ ഒരുങ്ങുന്നത്. അത് മാത്രമല്ല, ഇന്നലെ യമന്റെ തുറമുഖത്തേക്ക് സൗദി അറേബ്യ ചില ആക്രമണങ്ങൾ നടത്തിയെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് തിരിച്ചടിയായി സൗദിയുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളെയാണ് ഹൂതികൾ ലക്ഷ്യം വെക്കുന്നത്. ഇതിനിടെ കാസ്പിയൻ കടലിൽ യുക്രൈൻ ഒരു ഇറാൻ കപ്പലിനെ തകർത്തുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. സംഭവത്തിൽ കീവ് പ്രതിനിധിയെ ഇറാൻ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സൈനിക നടപടികൾക്ക് ഇറാൻ ആയുധം നൽകി സഹായിക്കുന്നത് റഷ്യയാണെന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ വെളിപ്പെടുത്തലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണവും ഇപ്പോൾ പുറത്തു വരുന്ന പശ്ചാത്തലമാണ്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കാൻ തുടരുന്നുണ്ട്. അജയ്, ഇതിപ്പോൾ വ്ളാഡിമിർ സെലൻസ്കിയുടെ ആരോപണം ഗൗരവതരമാണ്. റഷ്യ ഇറാനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെ ഉയർന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം ഹൂതികളുടെ ഇപ്പോഴത്തെ നിലപാടുകളും ആശങ്കാജനകമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ റഷ്യ യുക്രൈനെ സൈനികമായി സഹായിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഇതിനു മുൻപേ തന്നെ പുടിൻ പരസ്യമായി തള്ളിക്കളഞ്ഞിരുന്നു. അതുപോലെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അടുത്തിടെ ഇത്തരം ചില സംശയങ്ങൾ ഉന്നയിച്ചപ്പോൾ US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തന്നെ ഇത്തരം സംശയങ്ങൾക്ക് വസ്തുതയില്ല എന്ന് പരസ്യമായി പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മാത്രമല്ല, ഈ തന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഈ റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിൻ ആണെങ്കിലും അതുപോലെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇവർ രണ്ടുപേരും തനിക്ക് ഇറാനെ സൈനികമായി സഹായിക്കില്ല എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്ന് ഒരു ദിവസം പിന്നിട്ടതിന് ശേഷമാണ് ഇപ്പോൾ യുക്രൈൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ആരോപണം പുറത്തു വരുന്നത്. അതായത് ഇപ്പോൾ മേഖലയിൽ യുക്രൈൻ്റെ ഭാഗത്ത് നിന്ന് റഷ്യക്ക് നേരെയുള്ള ആക്രമണവും റഷ്യയുടെ തിരിച്ചടിയും എല്ലാം ഇപ്പോൾ തുടരുകയാണ്. കാസ്പിയൻ കടലിൽ വെച്ച് ഒരു ഇറാനിയൻ കപ്പൽ യുക്രൈൻ ആക്രമണത്തിൽ തകർന്നിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂലൈ 18-19 തീയതികളിൽ ചില കപ്പലാക്രമണങ്ങളിൽ ഇന്ത്യൻ നാവികർക്കുൾപ്പെടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ ഒരു ഇറാനിയൻ കപ്പലിന് നേരെയാണ് ആക്രമണം നടന്നത്. ഇതിൽ ഒരു ഇറാനിയൻ സൈനികൻ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കീവ് പ്രതിനിധിയെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് ഇറാൻ പ്രതിഷേധം അറിയിച്ചത്. അപ്പോൾ ഇതിന് യുക്രൈൻ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് തങ്ങൾ ലക്ഷ്യം വെച്ചത് ഒരു റഷ്യൻ കപ്പലിനെയാണ്. ഈ റഷ്യൻ കപ്പൽ ഇറാന് ആയുധങ്ങൾ എത്തിച്ച് നൽകുകയായിരുന്നു. അപ്പോൾ അതിനിടെയാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് യുക്രൈൻ നൽകുന്ന ഒരു വിശദീകരണം. യുക്രൈൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ സെലൻസ്കിയും ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ റഷ്യ നിരന്തരമായി ഇറാന് ആയുധങ്ങൾ വിട്ടു നൽകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കപ്പലാണ് ഇപ്പോഴും ആക്രമിക്കപ്പെട്ടത് എന്നാണ് സെലൻസ്കിയുടെ ഒരു വാദം. എന്തായാലും ഈ ആരോപണത്തിൽ നിലവിൽ റഷ്യ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇതിന് മറുപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇറാനും യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളതും ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെയാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ചെങ്കടൽ കേന്ദ്രീകരിച്ച് സംഘർഷങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഹോർമുസ് കേന്ദ്രീകരിച്ചായിരുന്നു നേരത്തെ സംഘർഷങ്ങൾ നടന്നിരുന്നതെങ്കിലും അമേരിക്ക ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ ഇപ്പോൾ കൂടുതൽ ആക്രമണങ്ങൾ ചെങ്കടലിലേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു. നേരത്തെ ഹൂതി വിമതരോടുകൂടി ഈ പോരാട്ടത്തിൽ പങ്കാളികളാകണമെന്ന് ആവശ്യപ്പെട്ടത് ഇറാനാണ്. ഈ ചെങ്കടൽ കൂടി ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആഗോള ചരക്ക് കയറ്റുമതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനായിരുന്നു ഇറാന്റെ പദ്ധതി. പക്ഷേ ഇപ്പോൾ അത് കാരണം സൗദിക്കും ഹൂതി വിമതർക്കുമെതിരെ ഒരു പോരാട്ടമുഖം തുറന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യ യമനിലെ ഒരു തുറമുഖ നഗരത്തിന് നേരെ ആക്രമണം നടത്തിയത്. ഇപ്പോൾ ആ ആക്രമണങ്ങൾക്ക് ഹൂതി വിമതർ തിരിച്ചടി നൽകിയിരിക്കുന്നു. സൗദി അറേബ്യയുടെ ചില എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു ഈ ആക്രമണം. ജിസാൻ അതുപോലെ യാൻഡു എന്ന് പറയുന്ന നഗരങ്ങളിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലേക്കാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. ഇതിന് സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടികൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയും നിലവിൽ നിലനിൽക്കുന്നു. സാഹചര്യം. ഇതിനിടയിൽ
ഒരു ആശ്വാസകരമായ വാർത്ത. നമ്മളിപ്പോൾ രണ്ട് വാർത്തകളും വെല്ലുവിളികളുമായിട്ടും യുദ്ധങ്ങളുമായും ഒക്കെ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞതെങ്കിലും ഇപ്പോൾ അമേരിക്കൻ സംഘർഷത്തിൽ താൽക്കാലിക വിരാമമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. തുടർച്ചയായ 13 ദിവസം ആക്രമണം നടത്തിയ ശേഷം കൂടുതൽ ആക്രമണങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അനുമതി നൽകിയില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാന പോരാട്ടത്തിലേക്ക് കടക്കാതെ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറക്കാനാണ് അമേരിക്കയുടെ ശ്രമമെന്നാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. വൈറ്റ് ഹൗസും ഇറാനുമായി ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ ഇതിനെ കൂടുതൽ ഗൗരവത്തോടെ കാണുന്നുവെന്നും കരാറിലെത്താൻ കൂടുതൽ ബുദ്ധിപരമായ തന്ത്രം വേണ്ടിവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒമാൻ സംഘമാണ് കൂടുതലും ചർച്ചകൾക്കായി ടെഹ്റാനിലും മറ്റും എത്തിയിരിക്കുന്നത്. ചർച്ചകൾ നടത്തി വരികയാണ്. ഈ ചർച്ചകൾ പുരോഗതി ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച തന്നെ ഒരുപക്ഷെ ഒരു കരാർ ഉണ്ടായേക്കാം എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഇസ്രായേൽ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇറാനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ചില സൂചനകൾ ഇസ്രായേലിൻ്റെ സേനയുടെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും ഇപ്പോൾ ഇസ്രായേലിനെ തടഞ്ഞിരിക്കുകയാണ് അമേരിക്ക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. അജയ്, അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അമേരിക്ക ആക്രമണം നടത്തുന്നില്ല, ഒപ്പം ഇസ്രായേലിനെ തടയുന്നു. അതുമാത്രമല്ല, ഒമാന്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടക്കുന്നു. അതിൽ കരാറുണ്ടാകുമെന്ന് പറയുന്നതൊക്കെ ചില ആശ്വാസങ്ങൾ ഈ മേഖലയിൽ സൃഷ്ടിക്കുന്നുണ്ട്. രഞ്ജിത്ത്, ട്രംപാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരിക്കാവുന്ന വിവരം പങ്കുവച്ചത്. അദ്ദേഹത്തിനോട് വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. അപ്പോഴാണ് ട്രംപ് പ്രതികരിച്ചത് നിലവിൽ തങ്ങൾ ആക്രമണങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നത്. കഴിഞ്ഞ ദിവസം ആക്രമണങ്ങളൊന്നും നടന്നിട്ടില്ല. ഇന്നത്തെ ദിവസവും നിലവിൽ ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത്തരത്തിൽ 2 ദിവസങ്ങൾ തുടരുകയാണ്. 13 ദിവസം തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ നടത്തിയതിന് ശേഷമാണ് അമേരിക്ക ഇപ്പോൾ തുടർച്ചയായിട്ട് വീണ്ടും ആക്രമണങ്ങളൊന്നും ഇല്ലാതെ നയതന്ത്ര ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിനു മുൻപേ ഒരു ധാരണാപത്രം ഇറാനുമായി ഒപ്പിട്ടതിന് ശേഷം ചർച്ചകൾ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയായിരുന്നു. ഇതിലൊരു കരാർ ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള പ്രതീക്ഷകളായിരുന്നു ലോകത്തിനുണ്ടായിരുന്നത്. പക്ഷേ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ടാണ് പിന്നീട് പുതിയ തരത്തിലുള്ള ആക്രമണങ്ങൾ അമേരിക്ക ഇറാനിലേക്ക് ആരംഭിക്കുന്നത്. അതിനുശേഷം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നു. ഹോർമുസ് വീണ്ടും ഒരു സംഘർഷ ഭൂമികയാകുന്നു. ഇപ്പോൾ വീണ്ടും അമേരിക്ക ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒമാന്റെ നേതൃത്വത്തിലാണ് ചർച്ച. ഇസ്രായേലും ഇതിനിടെ ഇറാനെ ആക്രമിക്കാൻ പദ്ധതി ഇട്ടിരുന്നതായിട്ടുള്ള ചില വിവരങ്ങളുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ US സന്ദർശനം അടുത്തയാഴ്ച നടക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇറാനെ ആക്രമിക്കാൻ പദ്ധതി ഇട്ടിരുന്നതായിട്ടാണ് നിലവിൽ വിവരങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണമില്ല. അമേരിക്ക ഇതിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിച്ചു എന്നുള്ള വിവരങ്ങളും നിലവിൽ ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. എന്തായാലും അടുത്ത ആഴ്ചത്തെ സെലൻസ്കിയുടെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സന്ദർശനം തീർച്ചയായിട്ടും നിർണായകമാണ്. അദ്ദേഹത്തിൻ്റെ US സന്ദർശനത്തിന് ശേഷം പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ വഴിത്തിരിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും അതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന്, കഴിഞ്ഞ ആഴ്ചകളിൽ വാർത്തയായ ഒരു വലിയ സംഭവമുണ്ട്. അത് പ്രധാനമായും ചില ഭീഷണികൾ കൊണ്ട് ഖത്തർ അമേരിക്കൻ പ്രസിഡന്റിന് നൽകിയ വിമാനം മാറി സ്വന്തം എയർഫോഴ്സ് 1, അമേരിക്കയുടെ സ്വന്തം എയർഫോഴ്സ് 1 യാത്ര ചെയ്യാനായി ട്രംപ് ശ്രമിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നുള്ളത് വലിയ തോതിൽ ആഗോളതലത്തിൽ ചർച്ചയാവുകയും മറ്റും ചെയ്തിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നത്, ഒരു വിവരം പുറത്തു വരുന്നത്. ഇറാനിയൻ പ്രോക്സി ഗ്രൂപ്പുകളുടെ മിസൈൽ ഭീഷണി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. 4000 കോടി വരുന്ന സൂപ്പർ പ്ലെയിൻ ഉപേക്ഷിച്ച് ട്രംപ് പഴയ പ്ലെയിനിലേക്ക്, എയർഫോഴ്സ് 1 മാറുന്ന പശ്ചാത്തലം ഒരുങ്ങിയത് അങ്ങനെയാണ്. അതായത് തുർക്കിയിലെ അങ്കാറയിൽ ഈ മാസം ആദ്യം നടന്ന നാറ്റോ ഉച്ചകോടി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. തൽക്കാലത്തേക്ക് പുതിയ ബോയിങ് വിമാനം ഉപേക്ഷിച്ചിട്ട് പഴയ എയർഫോഴ്സ് 1 ട്രംപ് മാറിയത്. അത് വലിയ ഊഹാപോഹങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു. ട്രംപിൻ്റെ വിശദീകരണം തൻ്റെ ചില ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി മാത്രമാണ് വിമാനം മാറിയത് എന്നാണ്. പക്ഷേ ഇപ്പോൾ അതീവ ഗുരുതരമായ സുരക്ഷാ ഭീഷണി ട്രംപിനെതിരെ ഉണ്ടായിരുന്നു. ട്രംപിനെ വധിക്കാൻ ഈ എയർഫോഴ്സ് 1, ഈ വിമാനം ആക്രമിച്ച് ട്രംപിനെ വധിക്കാനുള്ള ശ്രമങ്ങൾ ഇറാനിയൻ കേന്ദ്രങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ തുടർന്നാണ് വിമാനം മാറിയത്. കാരണം ഈ പുതിയ വിമാനത്തിന് പഴയ എയർഫോഴ്സ് 1 പോലെയുള്ള സാങ്കേതിക തികവില്ല, പ്രതിരോധ ശേഷിയില്ല, മിസൈലുകൾ തടുക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അജയ്, ഇതൊരു പ്രധാനപ്പെട്ട ഗൗരവതരമായ വിഷയമായി ഒരുപക്ഷെ അമേരിക്കയ്ക്ക് നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായൊക്കെ മാറിയിരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ട്രംപിനെ വധിക്കാനുള്ള ശ്രമം, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മാറ്റമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്.
ഇപ്പോൾ അത്തരം ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ആരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു ഭീഷണി ഉണ്ടായിരുന്നത് എന്നത് നിലവിൽ US-ന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇതിനു മുൻപേ ഇപ്പോൾ പുതിയ വിമാനത്തിന് ചില സുരക്ഷാ ഭീഷണികൾ ഉണ്ട്, അതിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ US ആർമിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്നാണ് തുർക്കിയിൽ നിന്നുള്ള മടക്കയാത്രയ്ക്ക് എയർഫോഴ്സ് 1 വിമാനം ഉപയോഗിച്ചത് എന്നാണ് ഇപ്പോൾ നേരത്തെ വിവരങ്ങൾ വന്നത്. ഇപ്പോൾ ഈ വിമാനം മാറാനുണ്ടായതിന് അത്തരം സുരക്ഷാ ഭീഷണികൾക്ക് പുറമെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണിയും കാരണമായിട്ടുണ്ട് എന്നാണ് വിവരങ്ങളുള്ളത്. നേരത്തെ ഇറാനിയൻ സംഘർഷം അത് വീണ്ടും കലുഷിതമായതിനു ശേഷമായിരുന്നു നാറ്റോ ഉച്ചകോടി തുർക്കിയിൽ വെച്ച് നടക്കുന്നത്. തുർക്കിയിൽ വെച്ച് തന്നെയാണ് ട്രംപ് ഇറാനുമായി ഒപ്പിട്ട ധാരണാപത്രം ഇനി നിലനിൽക്കില്ല, ശക്തമായിട്ട് തന്നെ തങ്ങൾ ആക്രമിക്കും എന്നുള്ള വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ നാറ്റോ സഖ്യങ്ങളെയും അദ്ദേഹം രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെ വിമർശിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനുശേഷം ട്രംപ് ആ നാറ്റോ ഉച്ചകോടിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു എല്ലാ മാധ്യമങ്ങളുടെയും തലക്കെട്ടുകൾ. ഇറാനും ഇതിനെ വളരെ ശ്രദ്ധാപൂർവമായിരുന്നു വീക്ഷിച്ചിരുന്നത്. ആ സമയത്ത് തന്നെയാണ് ഇത്തരമൊരു ഭീഷണികൾ ട്രംപിനെതിരെ ഉള്ളതായിട്ടുള്ള രഹസ്യ വിവരങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ ഇത് ഏത് പ്രോക്സി ഗ്രൂപ്പാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല. അപ്പോൾ ഇത്തരത്തിൽ ട്രംപിന്റെ ആ പുതിയ തീരുമാനവും പുതിയ ഭീഷണികളെയും തുടർന്ന് പുതിയ ഭീഷണികൾ ട്രംപിനെതിരെ ഉടലെടുക്കുന്നു. അപ്പോൾ അതിനെ തുടർന്ന് CIA-യുടെ കൂടി ഒരു നിർദ്ദേശപ്രകാരമാണ് ട്രംപ് എയർഫോഴ്സ് 1 വിമാനത്തിലേക്ക് മടങ്ങിയത് എന്നുള്ള വാർത്തകളാണ് നിലവിൽ വരുന്നത്. എന്നാലും പുതിയ വിമാനം അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല. അതിൽ ചില സാങ്കേതിക മാറ്റങ്ങൾ വരുത്താനായിട്ട് ഇപ്പോൾ അമേരിക്കയിൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനുശേഷം ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ഈ വിമാനത്തിനെ ഉപയോഗിക്കാൻ തന്നെയാണ് പ്രസിഡന്റിന്റെ തീരുമാനം. അതാണ് വിവരം. പ്രതിരോധ ശേഷിയിലെ പരിമിതിയും സാങ്കേതിക വ്യത്യാസങ്ങളും പുതിയ വിമാനത്തിന് പകരമായി പഴയ എയർഫോഴ്സ് 1 വിമാനം തിരഞ്ഞെടുക്കാൻ പ്രധാന കാരണമായി മാറുകയായിരുന്നു. സമാനതകളില്ലാത്ത സൈനിക പ്രതിരോധ ശേഷിയാണ് അമേരിക്കൻ പ്രസിഡന്റുമാർ ഉപയോഗിക്കുന്ന എയർഫോഴ്സ് 1-ലുള്ളത്. 35 വർഷത്തിലേറെയായി US പ്രസിഡന്റുമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന പഴയ എയർഫോഴ്സ് 1-ൽ മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ലേസർ സാങ്കേതിക വിദ്യകളടക്കം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. കൗണ്ടർ മെഷേഴ്സ് സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എയർഫോഴ്സ് 1-ലുണ്ട്. ആദ്യ വാണിജ്യ ആവശ്യങ്ങൾക്കായാണ് ഈ വിമാനങ്ങൾ നിർമ്മിച്ചത്. പിന്നീട് നവീകരിച്ച വിമാനമായി ഇത് മാറുകയായിരുന്നു. ഈ ഖത്തറിൻ്റെ പുതിയ ബോയിങ് വിമാനത്തിൽ ഇത്തരം അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇലക്ട്രോണിക് ശേഷിയും പൂർണ്ണമായും സജ്ജമായിരുന്നില്ല. ഇതാണ് അടിയന്തര സാഹചര്യത്തിൽ പുതിയ വിമാനത്തെ കൂടുതൽ അപകട സാധ്യതയുള്ളതാക്കി മാറ്റിയത്. അങ്ങനെയാണ് ട്രംപ് പുതിയ വിമാനം മാറ്റി പഴയ എയർഫോഴ്സ് 1-ലേക്ക് തിരിക്കാൻ തയ്യാറായത്. ബ്രിട്ടനിലെ RAF മിൻഹാൾ വ്യോമസേനാ താവളത്തിലേക്ക് അങ്ങനെ പഴയ എയർഫോഴ്സ് 1 വിമാനത്തിൽ ട്രംപ് പറക്കുന്ന പശ്ചാത്തലം ഉണ്ടാവുകയായിരുന്നു. ഏതായാലും US സൈനികർക്ക് പ്രദർശിപ്പിക്കാനാണ് പുതിയ വിമാനം അയച്ചതെന്നൊക്കെയാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലും മറ്റും കുറിച്ചിരുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു കാര്യങ്ങൾ പുറത്തു വരുന്നത് താൻ സഞ്ചരിച്ചിരുന്നത് അപകടകരമായ ഫ്ലൈറ്റിലായിരുന്നു എന്നൊക്കെയാണ് ട്രംപ് പിന്നീട് പരോക്ഷമായി സമ്മതിച്ചത്. ഇറാനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവം വലിയ സുരക്ഷാ വീഴ്ചയായി മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. നവീകരണ പ്രവർത്തികളൊക്കെ ഇപ്പോൾ പുരോഗമിച്ച് വരികയാണ്. അങ്ങനെ പഴയ എയർഫോഴ്സ് 1-ന്റെ അതേ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ ഖത്തറിൻ്റെ വിമാനത്തിലും സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ ഏജൻസികൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു വാർത്ത, റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലയിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുകയാണ് യുക്രൈൻ. പടിഞ്ഞാറൻ സൈബീരിയയിലെ ഒരു റിഫൈനറിയിൽ യുക്രൈൻ തൊടുത്ത മിസൈൽ 2000 കിലോമീറ്റർ അകലെയാണ്. ഈ മിസൈൽ ഏതാണ്ട് സംവിധാനം പൂർണ്ണമായും തകർന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇതുകൂടി തകരുന്നതോടെ ആഭ്യന്തര ഊർജ്ജ വിപണിയെ വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. മറ്റൊന്നുമല്ല, റഷ്യ ഇപ്പോൾ തന്നെ ഓയിലുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലാണ്. റഷ്യയിലെ മിക്ക എണ്ണ സംഭരണ കേന്ദ്രങ്ങളും യുക്രൈൻ ആക്രമിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതോടുകൂടി അവിടെ ഡീസൽ, പെട്രോൾ വിതരണത്തിലടക്കം വലിയ പ്രതിസന്ധി ആ രാജ്യം നേരിടുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് പെട്രോൾ ഇറക്കുമതി ചെയ്താണ് റഷ്യ പിടിച്ചു നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. റഷ്യയിലെ പെട്രോൾ പമ്പുകളിൽ നീണ്ട ക്യൂ ആണ്. ഇന്ധന പമ്പുകളിൽ വലിയ ക്യൂ ആണ്. 20 ലിറ്റർ മാത്രമാണ് ഒരാൾക്ക് നൽകുന്നത്. അത്തരത്തിൽ റേഷൻ സമ്പ്രദായമൊക്കെ ഏർപ്പെടുത്തിയെന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, റഷ്യയൊക്കെ ഈ വാർത്തകൾ പുറത്തുവിടാൻ സാധ്യമല്ലാത്ത ഒരു രാജ്യമാണ്. അവരുടേതായ വാർത്താ ഏജൻസികളുണ്ട്. അവർ വഴി മാത്രമാണ് വാർത്ത പുറത്തു വരിക. അത് മാത്രമല്ല, അവിടെ താമസിക്കുന്നവർക്കും ഇപ്പോൾ ഇന്ത്യക്കാരാണെങ്കിൽ പോലും അവർക്കും ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയുന്നതിൽ പരിമിതിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇതിന് ഈ ആക്രമണങ്ങൾക്ക് മറുപടിയായി
വ്യോമാക്രമണം റഷ്യ തുടർച്ചയായി യുക്രൈനിൽ നടക്കുകയാണ്. 17 പേരാണ് ഒരു ഡ്രോൺ പ്രദർശന കേന്ദ്രത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് കിഴക്കൻ മേഖലയിൽ, യുക്രൈൻ്റെ കിഴക്കൻ മേഖലയിലാണ് ഈ ഡ്രോൺ പ്രദർശന കേന്ദ്രം ഉണ്ടായിരുന്നത്. അവിടെ 17 പേരെ കൊലപ്പെടുത്തി. നിരവധി ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ജനവാസ മേഖലകളാണ് റഷ്യ പലപ്പോഴും ലക്ഷ്യം വെക്കുന്നത് യുക്രൈനിൽ എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. ഇതിനിടയിലാണ് വ്ളാഡിമിർ സെലൻസ്കിയുടെ വലിയ ആരോപണം റഷ്യക്കെതിരെ വരുന്നത്. അമേരിക്കൻ ഇറാൻ യുദ്ധത്തിൽ ഇറാനെ സഹായിക്കുന്നത് റഷ്യൻ പ്രസിഡന്റാണ് എന്നുള്ള തലത്തിൽ അതും ലോകത്തിൽ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. യൂറോപ്പിൽ കാട്ടുതീ വ്യാപകമായി പടരുകയാണ്. ഉഷ്ണതരംഗത്തിൽ ശക്തമായ കാറ്റിന് പുറമെ ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി എന്നിവിടങ്ങളിലാണ് വലിയ തോതിൽ കാട്ടുതീ ഉണ്ടാകുന്നത്. യൂറോപ്പിനെ വലിയ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. സ്പെയിനിലും ഫ്രാൻസിലും സ്ഥിതി നിയന്ത്രണ അതീതമാണ്. 3 ലക്ഷത്തോളം ആളുകളെ ഒഴിപ്പിച്ചു കഴിഞ്ഞു. ശക്തമായ കാറ്റും വരണ്ട കാറ്റും ഉയർന്ന താപനിലയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സമുണ്ടാക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സ്പെയിനിൽ അടിയന്തരാവസ്ഥ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. യൂറോപ്യൻ യൂണിയന്റെ സഹായമടക്കം തേടിയിരിക്കുകയാണ് വിനോദ്. ഫ്രാൻസും സ്പെയിനും അടക്കമുള്ള രാജ്യങ്ങൾ. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? 19,000-ലധികം ഹെക്ടറിലധികം വനഭൂമി ഇതിനകം ഫ്രാൻസിൽ നശിച്ചുപോയി, കത്തുനശിച്ചു എന്നാണ് വിവരങ്ങൾ. അടിയന്തര സാഹചര്യം നേരിടാനും രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും ഫ്രഞ്ച് പ്രസിഡന്റ് യൂറോപ്യൻ യൂണിയന്റെ സഹായം തേടി. ഇരു രാജ്യങ്ങളും കാട്ടുതീ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ സൈന്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫ്രാൻസിൽ 22,000 ഹെക്ടർ വനഭൂമി കത്തുനശിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇമ്മാനുവൽ മാക്രോൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സൈന്യത്തെ വിന്യസിച്ചാണ് ഈ രാജ്യങ്ങളൊക്കെ പ്രധാനമായും ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിനോദ് കേൾക്കാമെന്ന് കരുതുന്നു. രഞ്ജിത്ത്, വലിയ ഭീതിതമായ ഒരു സാഹചര്യം തന്നെയാണ് യൂറോപ്പിൽ നിലനിൽക്കുന്നത്. വിവിധ രാജ്യങ്ങളിലേക്ക് കാട്ടുതീ പടരുന്ന ഒരു സാഹചര്യം. സ്പെയിനിലേക്ക്, ഫ്രാൻസ്, അതോടൊപ്പം തന്നെ ഇറ്റലി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോർച്ചുഗലിലേക്ക് കൂടി ഈ കാട്ടുതീയുടെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് 2 മാസത്തിലധികമായി അവിടെ ഈ താപനില ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഉഷ്ണതരംഗത്തിൽ വിവിധ രാജ്യങ്ങളിലായി ഏതാണ്ട് 10,000-ഓളം പേർ മരിച്ചിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ കാട്ടുതീ യൂറോപ്പിനെ വിഴുങ്ങുന്ന നിലയിലേക്ക് മാറുന്നത്. സ്പെയിനിൽ ഏതാണ്ട് 35,000 ഹെക്ടർ സ്ഥലം ഇതിനകം കത്തിനശിച്ചുവെന്നാണ് കണക്കാക്കുന്നത്. ഫ്രാൻസിൽ ഫസ്റ്റ് പെൻസുല പോലുള്ള സ്ഥലങ്ങളിൽ, അവിടുത്തെ ഉപദ്വീപാണ്, അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ. ഏതാണ്ട് ഈ മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും, ഈ അഗ്നിബാധയുള്ള രാജ്യങ്ങളിൽ നിന്ന് 5 ലക്ഷത്തോളം പേരെയാണ് ഇപ്പോൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത്. സ്വന്തം രാജ്യത്ത് തന്നെ അഭയാർത്ഥികളായി മാറുന്ന നിലയിലേക്ക് ആളുകൾ കൂട്ടത്തോടെ മാറുന്നു. ഏതെങ്കിലും സുരക്ഷിത കേന്ദ്രം ഒരുക്കാനുള്ള തത്രപ്പാടിലാണ് അവർ. ഈ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, മിക്കവാറും അവരുടെ ഒരു തണുത്ത കാലാവസ്ഥയും മറ്റുള്ള സമയങ്ങളിൽ സമശീതോഷ്ണമായ ഒരു കാലാവസ്ഥയുമാണുള്ളത്. ഇങ്ങനെ ആഗോളതാപനത്തിലുണ്ടാകുന്ന മാറ്റം തന്നെയാണ് വലിയ ക്രമാതീതമായ ചൂടിലേക്കും കാട്ടുതീയിലേക്കും കാര്യങ്ങളെ കൊണ്ടുപോയതെന്നത് ഇപ്പോൾ പുറത്തു വരുന്ന ഔദ്യോഗിക വിവരങ്ങൾ. അതേസമയം ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഭൂമാഫിയയുടെ ഇടപെടൽ സംശയിക്കുന്നുണ്ട്. നമുക്കാദ്യം ഈ താപനിലയിലെ വ്യതിയാനം നോക്കാം. 40 മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ താപനില ഉയർന്നിട്ടുള്ളത്. നമുക്ക് അത് ഇന്ത്യയിലടക്കം പരിചിതമായ ഒരു കാലാവസ്ഥയാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് അങ്ങനെ ഒരു അനുഭവപ്പെടുന്ന രീതിയല്ല. പലപ്പോഴും അവിടെ ക്രമാനുഗതമായി കാലാവസ്ഥയിൽ മാറ്റമുണ്ടാവുകയാണ്. ചൂട് ഉയരുന്ന ഒരു നിലയുണ്ട്. അത് കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇപ്പോൾ പ്രധാനമായും ഫ്രാൻസിൽ ബോഡോ, കാറ്റ്ഫററ്റ് തുടങ്ങിയ മേഖലകളിൽ, അതോടൊപ്പം തന്നെ സ്കോട്ട്ലൻഡിൽ അവരുടെ ദേശീയ ഉദ്യാനം പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുന്നു. 10,000-കണക്കിന് ആളുകൾക്കാണ് വീട് നഷ്ടമായിരിക്കുന്നത്. വീടുകൾ അഗ്നിക്കിരയായി പോയി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ ഇറ്റലിയിലെ സിസിലി ദ്വീപിൽ മാത്രം ഏതാണ്ട് 350 ഇടങ്ങളിൽ അഗ്നിബാധയുണ്ടായി. മാത്രമല്ല, ഈ തെരുവുകളിലൂടെയും റോഡിലൂടെയും ഒക്കെ തന്നെ വന്യമൃഗങ്ങൾ, കാട്ടുജീവികളൊക്കെ തന്നെ പ്രാണരക്ഷാർത്ഥം ഓടുന്ന ദൃശ്യങ്ങൾ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും പുറത്തു വരികയാണ്. മെഡിറ്ററേനിയൻ തീരത്തുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ അവരുടെ സൈന്യം, ഇവിടെയുള്ള അഗ്നിശമന സേനാ അംഗങ്ങൾക്ക് പുറമെയാണ് മറ്റ് രാജ്യങ്ങളുടെ സേനാ വിഭാഗങ്ങൾ കൂടി തീ കെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. UN അടക്കമുള്ള സംവിധാനങ്ങളോട് ഇപ്പോൾ ഈ രാജ്യങ്ങൾ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വലിയ തോതിൽ ഭയപ്പെടുത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഇറ്റാലിയൻ മാധ്യമങ്ങളാണ് അങ്ങനെയുള്ള വാർത്തകൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തത്. അതായത് ഈ ഭൂമാഫിയ പലപ്പോഴും വനമേഖലകളിൽ ചൂടുകാലം അത് മറയാക്കിക്കൊണ്ട് തീയിടുന്ന ഒരു രീതിയുണ്ട്. അവിടെ
തീപിടുത്തം ഉണ്ടാവുകയും പിന്നീട് ഈ വനമേഖല സാധാരണ റവന്യൂ ഭൂമിയാക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന തരത്തിൽ തന്നെയാണ്. അങ്ങനെ മാറ്റിക്കൊണ്ട് അവിടെ സോളാർ പാനലുകളോ മറ്റ് നിർമ്മിതികളോ സ്ഥാപിച്ചുകൊണ്ട് അവിടെ കയ്യേറ്റങ്ങൾ നടത്തുന്ന ഒരു രീതിയുണ്ട്. അവിടുത്തെ കുപ്രസിദ്ധമായ ചില മാഫിയകളുടെ പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതായ വിവരങ്ങൾ പുറത്തു വന്നു. പൂച്ചയൊക്കെ തന്നെ അതിൻ്റെ വാലിൽ ഈ തീ പിടിക്കുന്ന തരത്തിലുള്ള ഇന്ധനങ്ങൾ തേച്ച് അത് കത്തിച്ച് ഈ കാടുകളിലേക്ക് കടത്തിവിടുന്നു. ഇവ പ്രാണരക്ഷാർത്ഥം ഓടുമ്പോൾ ഈ വനത്തിൽ പല ഭാഗത്തായി തീപിടുത്തം ഉണ്ടാകുന്നു. അങ്ങനെ അത് കത്തി നശിക്കുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ സാവധാനം തീ പിടിക്കുന്ന തരത്തിലുള്ള ചില ഇന്ധനങ്ങൾ വനമേഖലയിൽ നിന്ന് കണ്ടെടുത്തതും സംശയത്തിന് ഇട നൽകുന്നുണ്ട്. ഏതായിരുന്നാലും നാറ്റോയുടെ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ തേടിക്കൊണ്ടാണ് ഈ രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ലോകത്തിപ്പോൾ നിലനിൽക്കുന്ന യുദ്ധ സമാനമായ സാഹചര്യങ്ങൾ അറിയാവുന്നതാണ്. അമേരിക്കയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് നാറ്റോ രംഗത്ത് വന്നിരുന്ന നേരത്തെ നടന്ന ഒരു ഉച്ചകോടിയിലാണ് ഇറാനെ ആക്രമിക്കുന്നതിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് നാറ്റോ രംഗത്ത് വന്നത്. പക്ഷേ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഒരു വെടിനിർത്തലിൻ്റെ സാഹചര്യം ഉണ്ടാകുന്നു. യൂറോപ്പിലാകട്ടെ ഈ പ്രകൃതി ദുരന്തം അത് മറ്റൊരു രീതിയിൽ വന്നു ഭവിക്കുകയും ചെയ്യുന്നു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു യുദ്ധഭീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്താണ് ഈ ഉക്രൈനും US-നും ഒക്കെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു അഗ്നിബാധം ഉണ്ടാകുന്നത്. അവർ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാഴ്ച കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടയിൽ ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ മുൻകൈയെടുത്ത അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അതായത് ICC ചീഫ് പ്രോസിക്യൂട്ടർ കരീം ഖാന് ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് പദവി നഷ്ടമായി എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ്. ICC അംഗരാജ്യമായ 125 രാജ്യങ്ങൾ വോട്ടെടുപ്പിലൂടെ ഖാനെ പുറത്താക്കുകയായിരുന്നു. 82 അംഗരാജ്യങ്ങളിൽ തീരുമാനത്തെ പിന്തുണച്ചു. 122 പേർ പിന്തുണച്ചു. ICC ജീവനക്കാരിയുമായുള്ള വഴിവിട്ട ബന്ധമാണ് ഇയാൾക്ക് വിനയായത് എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് ഈ വിഷയം ഒതുക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ഖാൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ഇത് വലിയ ആരോപണമായി വരികയും അത് പിന്നീട് ഇയാൾക്ക് വിനയാവുകയുമാണ് ഉണ്ടായത്. ബ്രിട്ടീഷ് അഭിഭാഷകനായ ഖാൻ 2005 മെയ് മുതൽ ICCയുടെ ചീഫ് പ്രോസിക്യൂട്ടർ പദവിയിൽ നിന്ന് സ്വയം വിട്ടുനിന്നിരുന്നു. ഈ ആരോപണമൊക്കെ ഉയർന്നു വന്ന സമയം മുതൽ കഴിഞ്ഞ മാസം ICC അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ബ്രിട്ടനിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഖാൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പല ആരോപണങ്ങൾക്കും വിധേയനായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിലെ നേതാക്കൾക്കെതിരായ അന്വേഷണത്തിൻ്റെ പേരിൽ ICCക്കെതിരെ ട്രംപ് ഭരണകൂടം ചുമത്തിയ ഉപരോധത്തിൻ്റെ ഭാഗമായി അമേരിക്കയിൽ പ്രവേശിക്കുന്നതിനും ഖാന് വിലക്കുണ്ട് എന്നുള്ളതാണ്. അതിനാൽ ന്യൂയോർക്കിലെ നടന്ന ICC അംഗങ്ങളുടെ വോട്ടെടുപ്പിലോ യോഗത്തിലോ പങ്കെടുക്കാൻ ഖാന് കഴിഞ്ഞില്ല എന്ന വിവരം കൂടി പ്രധാനമാണ്. നമുക്കറിയാം, എഥനോൾ കലർന്ന പെട്രോളുമായുള്ള വിഷയം ഇന്ത്യയിൽ ഇങ്ങനെ സജീവമായി ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ കൃത്യമായ മാർഗരേഖയും പരിശോധനാ ഉപകരണങ്ങളും ലഭ്യമാക്കണമെന്നാണ് ഇപ്പോൾ രാജ്യത്തെ പെട്രോൾ പമ്പ് ഉടമകളുടെ ആവശ്യം. ഇതുന്നയിച്ചുകൊണ്ട് പെട്രോളിയം മന്ത്രാലയത്തിന് പമ്പ് ഉടമകൾ കത്തയച്ചിരിക്കുകയാണ്. ഗുണനിലവാരമില്ലാത്ത ഇന്ധനം വിൽക്കുന്ന ഡീലർമാർക്കെതിരെ നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഡീലർമാർ തങ്ങളുടെ ആശങ്ക വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള 100,000-ലധികം പമ്പുകളെ ബാധിക്കുന്നതാണ് ഈ പ്രതിസന്ധി എന്നാണ് ഇവർ പറയുന്നത്. എണ്ണ കമ്പനികൾ വിതരണം ചെയ്യുന്ന ഇന്ധനം മാത്രമാണ് തങ്ങൾ വിൽക്കുന്നതെന്നും അതിലെ എഥനോളിൻ്റെ അളവോ ഗുണനിലവാരമോ പരിശോധിക്കാനുള്ള യാതൊരു സംവിധാനവും പമ്പുകളിൽ ഇല്ലെന്നും ഡീലർമാർ ചൂണ്ടിക്കാട്ടുന്ന പശ്ചാത്തലമുണ്ട്. ഇന്ധനത്തിലെ മായം ചേർക്കൽ തടയാൻ നടപടികൾ പരിശോധനകൾ വേണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 8-നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ കത്തയച്ചത്. എന്നാൽ ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനാവശ്യ പീഡനങ്ങൾക്കും അഴിമതിക്കും വഴിയൊരുക്കുമെന്നാണ് ഡീലർമാരുടെ ആശങ്ക. കൂടാതെ സ്വകാര്യ കമ്പനികളെ ഈ പരിശോധനാ ഉത്തരവിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെയും പമ്പുടമകൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പൊതുമേഖല എണ്ണ കമ്പനികളുടെ പമ്പുകളിൽ മാത്രം പരിശോധന നടത്താനായിരുന്നു ഉത്തരവുണ്ടായത്. ഇപ്പോൾ നമ്മൾ പുതിയ ഒരു കാര്യം, അങ്കോള, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത് എന്നുള്ളതാണ്. ഹോർമുസിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് ക്രൂഡ് ഇറക്കുമതിക്ക് അതിൻ്റെ വൈവിധ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ആഫ്രിക്കയിലെ അങ്കോളയിൽ നിന്നും തെക്കേ അമേരിക്കയിലെ വെനസ്വേലയിൽ നിന്നും ഇന്ധന ഇറക്കുമതി നടത്താനുള്ള നീക്കം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മധ്യപൂർവ്വ ദേശത്തു നിന്നുള്ള ഇന്ധന വരവിന് തടസ്സം നേരിട്ടാലും ഇന്ധനവില വർദ്ധിപ്പിക്കാതെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇത് എണ്ണ കമ്പനികളെ സഹായിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വെനസ്വേലയും അങ്കോളയും ഒക്കെ വലിയ തോതിൽ ഓയിൽ പ്രൊഡക്ഷനുള്ള രാജ്യങ്ങളാണ്. നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട് ആശ്രയിച്ചിരുന്നത് ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ പോലെ UAE പോലെയുള്ള രാജ്യങ്ങളെ ആയിരുന്നു. ഒരു പരിധിവരെ റഷ്യയും ഇറാനെയും ഇറാഖിനെയും ഒക്കെ ആശ്രയിച്ചിരുന്നു. പക്ഷേ അവിടെയൊക്കെ പ്രതിസന്ധികളുണ്ട് ഇങ്ങോട്ടേക്ക് എണ്ണ വരാൻ. കാരണം ഇത് ഈ ഹോർമുസിലെ പ്രശ്നം കാര്യമായി ബാധിച്ച പശ്ചാത്തലമുണ്ട്. അവിടെയാണ് മറ്റു പല സോഴ്സുകളും നമ്മൾ കാണുകയും മറ്റും ചെയ്യുന്നത്. ഭാരത് പെട്രോളിയം ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. പേർഷ്യൻ ഉൾക്കടലിൽ ചരക്കുകൾ കുടുങ്ങിപ്പോയിട്ടുണ്ട് ഹോർമുസിലും മറ്റും. അതിനാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ദീർഘകാല കരാറുകൾ വഴിയുള്ള ക്രൂഡ് വിരളമായി മാത്രമാണ് കിട്ടുകയെന്നാണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും വ്യക്തമാക്കിയിരിക്കുന്നത്. കുറഞ്ഞ വിലയേക്കാൾ എണ്ണ ലഭ്യതയ്ക്കാണ് കമ്പനികൾ ഇപ്പോൾ മുൻഗണന നൽകുന്നത് എന്നാണ് വിവരങ്ങൾ. മറ്റൊരു വിവരം പുറത്തു വരുന്നത് ഇറാഖിലെ ലീല ജാം നഗറിൽ നിന്നും 20 ലക്ഷം ബാരൽ ശേഷിയുള്ള ലീല ജാംനഗർ എന്ന ഒരു സൂപ്പർ ടാങ്കർ വഴി എണ്ണ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഈ തീരുമാനത്തിൽ നിന്ന് ഈ ഓയിൽ കമ്പനികൾ പിന്മാറി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഹോർമുസിലെ ഭീഷണി കാരണമാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഫിഫ ലോകകപ്പ് 2026 ഫൈനലിൽ സ്പെയിനിനോട് അർജന്റീന തോറ്റതിന് പിന്നാലെ ഇനിയുള്ള ലോകകപ്പുകളിൽ നിന്ന് അർജന്റീനയെ വിലക്കണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച ഓൺലൈൻ ഹർജിക്കെതിരെ അതിരൂക്ഷ പ്രതികരണവുമായി വന്നിരിക്കുകയാണ് അർജന്റീൻ പ്രസിഡന്റ് ഹവിയർ മിലേ. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചകളായി ഒരു ഓൺലൈൻ ഹർജി നടത്തുന്ന പശ്ചാത്തലമുണ്ട്. ലോക ഫൈനലിന് ശേഷമാണ് അർജന്റീന ഔട്ട് എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. ഇതിനകം തന്നെ 170 രാജ്യങ്ങളിൽ നിന്നുള്ള ആരാധകരുടെ 23,31,6108 വെരിഫൈഡ് ഒപ്പുകൾ ലഭിച്ചു എന്നുള്ളത് അത്ഭുതമായിരുന്നു. കാരണം ഇത്തരമൊരു ക്യാമ്പയിന് ഇത്രയധികം ഒപ്പുകൾ ലഭിക്കുക എന്നുള്ളത് ഗിന്നസ് റെക്കോർഡായി മാറിയ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. മത്സരത്തിൽ അർജന്റീനയുടെ പെരുമാറ്റം ഫുട്ബോൾ എന്ന സുന്ദരമായ കളിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്നും അതിനാൽ ഭാവി ലോകകപ്പുകളിൽ നിന്ന് അവരെ ഒഴിവാക്കണമെന്നുമാണ് ഈ ക്യാമ്പയിനിലെ ആവശ്യമുയർന്നത്. ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വിവിധ പോസ്റ്റുകളിലൂടെ ഹവിയർ മിലേ അർജന്റീന പ്രസിഡന്റ് ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയാണ്. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? അതിനർത്ഥം നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്നിനു വേണ്ടി നിലകൊണ്ടു എന്നതാണ്. ഞങ്ങൾ അർജന്റീനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് ഹാവിയർ മിലേ പോസ്റ്റിൽ പറയുന്നത്. അർജന്റീനയുടെ പ്രശ്നം ഞങ്ങൾ എപ്പോഴും വേറിട്ട് നിൽക്കുന്നു എന്നതാണ്, ഞങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാറില്ല എന്നും പറയുന്നു. ആളുകൾക്ക് ഞങ്ങളോട് അസൂയയാണ്, ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും മിടുക്കരാണ് എന്നാണ് ഇപ്പോൾ ഹാവിയർ പറഞ്ഞു വെക്കുന്നത്. ഫൈനലിൽ അർജന്റീനയെ 1-0 വീഴ്ത്തിയാണ് സ്പെയിൻ ലോകകപ്പ് നേടിയത്. അതിന് പിന്നാലെയാണ് അർജന്റീനയുടെ തുടക്കം മുതലുള്ള മത്സര ജയങ്ങളുമായി ബന്ധപ്പെട്ടും ഫൈനലിലെ താരങ്ങളുടെ പോരാട്ടവുമായി ബന്ധപ്പെട്ടുമുള്ള വലിയ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത്. ക്രിസ്റ്റഫർ നോളന്റെ ദി ഒഡീസി ലോകമെമ്പാടും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ്. റിലീസ് ചെയ്ത് 3 ദിവസം കൊണ്ട് മുടക്ക് മുതൽ പിടിച്ചെടുത്ത ചിത്രമായി അത് മാറിയ പശ്ചാത്തലമുണ്ട്. ഇതിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെത്തിയ നോളൻ സത്യത്രയുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചത്. ഇന്ത്യയുടെ എക്കാലത്തെയും മഹാനായ സംവിധായകൻ ഒരാളാണ് സത്യത്രേ എന്നാണ് ക്രിസ്റ്റഫർ നോളൻ്റെ പരാമർശം. ഇന്ത്യയിലെ സിനിമാ ദി ഒഡീസി ലോകമെമ്പാടും ഇന്ത്യയിൽ അടക്കം ഒഡീസി ലോകമെമ്പാടും വലിയ വിജയമായി മുന്നേറുന്നതിനിടെയാണ് ക്രിസ്റ്റഫർ നോളൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വലിയ ആകുകയാണ്. സംസ്കാരത്തോടുള്ള തൻ്റെ ആദരവും നോളൻ പങ്കുവച്ചു. ന്യൂയോർക്കിലെ പ്രശസ്ത ക്രൈറ്റീരിയൻ ക്ലോസറ്റിലെത്തിയ നോളൻ തൻ്റെ എക്കാലത്തെ പ്രിയപ്പെട്ട സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിനിടയിലാണ് സത്യത്രയുടെ അപൂ ട്രൈലജിയെക്കുറിച്ച് സംസാരിച്ചത്. ലോക സിനിമയിലെ 1000-ലധികം ക്ലാസിക് ചിത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഇടമാണ് ക്രൈറ്റീരിയൻ ക്ലോസറ്റ്. സത്യത്രയെ ഇന്ത്യയിലെ ഏറ്റവും മഹാനായ സംവിധായകരിൽ ഒരാളാണ്. അബൂ ട്രിലോജിയിലെ ആദ്യ ചിത്രമായ പഥേർ പാഞ്ചാലി അതിശയകരമായ ഒന്നാണെന്ന് അദ്ദേഹം പറയുന്നു. അതെൻ്റെ മനസ്സ് പൂർണ്ണമായും കീഴടക്കി. ട്രിലോജിയിലെ 2-3 ഭാഗങ്ങൾ ഇതിനകം കാണാൻ കഴിഞ്ഞിട്ടില്ല, അതിനാൽ അവയും കാണാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുവെന്നാണ് ക്രിസ്റ്റഫർ നോളൻ വ്യക്തമാക്കി. നമുക്കറിയാം, ആഗോള വ്യാപകമായി വലിയ തോതിലുള്ള കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ആഗോള താപനിലയിൽ വലിയ വർധനവുണ്ട്. ഇതിനിടയിൽ ഒരു വാർത്ത പുറത്തു വരുന്നത് ആഫ്രിക്കയിലെയും പശ്ചിമേഷ്യയിലെയും ഒട്ടകങ്ങളെ കൂടി ഈ പ്രശ്നം ബാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒട്ടകങ്ങൾ കടുത്ത ചൂടിനെ പോലും ജീവിക്കാൻ സാഹചര്യമുള്ള അതിനുള്ള ബോഡി സ്ട്രക്ചറുള്ള മൃഗമാണ്. പക്ഷേ ഇപ്പോൾ ഒട്ടകങ്ങൾ അനുഭവിക്കുന്ന വലിയ പ്രധാന പ്രശ്നം നിർജ്ജലീകരണവും സൂര്യാഘാതവും രോഗങ്ങളുമൊക്കെ കാരണം നിരവധി ഒട്ടകങ്ങൾ മരിച്ചു വീഴുന്നുവെന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞനും മൃഗസംരക്ഷണ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നത്. ഉത്തരാഫ്രിക്കയിലെ സൊമാലിയ, എത്യോപ്യ, ജിബൂട്ടി, എറിട്രിയ, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലെ ഭൂമികളിൽ ഉഷ്ണതരംഗം വലിയ തോതിൽ ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു. യൂറോപ്പിലൊക്കെ വലിയ തോതിൽ ചൂട് പടർന്നു പിടിക്കുന്ന പശ്ചാത്തലമുണ്ട്. പലയിടങ്ങളിലും 50 ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂട്
ഉയർന്നു എന്ന പശ്ചാത്തലമുണ്ട്. ഒട്ടകങ്ങളുടെ സ്വാഭാവിക ശരീരപ്രകൃതിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇപ്പോൾ ചൂട് ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ തോതിൽ ഈ സാഹചര്യങ്ങൾക്ക് അതിജീവിക്കാൻ കഴിവുണ്ടായെങ്കിലും വെള്ളമൊക്കെ ശരീരത്തിൽ അവർക്ക് ശേഖരിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായെങ്കിൽ പോലും ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനം ഒരു തരത്തിലും അവർക്ക് ഗുണകരമാകുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രായമായ ഒട്ടകങ്ങളും ഒട്ടക കുഞ്ഞുങ്ങളും ചത്തുപോകുന്ന പല കാഴ്ചകളും ഈ പല രാജ്യങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത്. കഴിഞ്ഞ 70 വർഷമായി കൂടെയുള്ള സൈക്കിൾ ഒരു മോഷണം പോയ പ്രകാശ് ഏട്ടനുമായി ബന്ധപ്പെട്ടുള്ള കഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തൻ്റെ പിതാവ് നൽകിയ സൈക്കിളാണ് പ്രകാശൻ ചേട്ടന് കൊച്ചിയിൽ വെച്ച് മോഷണം പോയത്. റാലി സൈക്കിളായിരുന്നു. 70 വർഷമായി ആ സൈക്കിൾ യാത്ര ചെയ്യുന്ന ആളാണ്. എല്ലാ സ്ഥലങ്ങളിലും ആ സൈക്കിളിലാണ് പോകുന്നത് പ്രകാശൻ ചേട്ടൻ. അത് മാത്രമല്ല കൊച്ചി മെട്രോയിൽ പോലും ഈ സൈക്കിൾ കൊണ്ടുവച്ച് അതിനൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട് പ്രകാശൻ ചേട്ടൻ എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ സൈക്കിൾ മോഷണം പോയത്. CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചുവെങ്കിലും പ്രതിയെക്കുറിച്ച് ഒരു ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൊക്കെ തൻ്റെ സൈക്കിൾ കള്ളൻ തിരിച്ചു തരണമെന്ന് പറഞ്ഞ പോസ്റ്റൊക്കെ വലിയ വൈറലായിരുന്നു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഈ പ്രകാശൻ ചേട്ടനെ സഹായിക്കാനായി രംഗത്ത് വന്നിരിക്കുകയാണ്. സൈക്കിൾ തിരികെ നൽകുകയാണെങ്കിൽ ഈ കള്ളന് 5 ലക്ഷം രൂപ പാരിതോഷികമാണ് ബോബി ചെമ്മണ്ണൂർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ ഇതുവരെ പങ്കുവച്ച വീഡിയോയ്ക്ക് 20 ലക്ഷത്തിലധികം ആളുകൾ കണ്ടു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. തൻ്റെ പിതാവിൻ്റെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ച സൈക്കിൾ നഷ്ടപ്പെട്ട വാർത്ത വായിച്ചപ്പോഴാണ് വിഷമം തോന്നിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വീഡിയോയിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ആരും അറിയാതെ സൈക്കിൾ തിരികെ നൽകി പണവുമായി മടങ്ങാമെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. പക്ഷേ ഇതുവരെ ഒരുപാട് കോളുകൾ വന്നു, പക്ഷേ കള്ളൻ മാത്രം വിളിച്ചില്ല എന്ന് പ്രകാശൻ ചേട്ടൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല ബോബി ചെമ്മണ്ണൂരിൻ്റെ വാഗ്ദാനം, ഈ മോഷണം അവസാനിപ്പിച്ചാൽ തൻ്റെ സ്ഥാപനത്തിൽ ജോലി നൽകാം എന്നും ബോബി ചെമ്മണ്ണൂർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രകാശൻ ചേട്ടൻ്റെ സൈക്കിൾ മോഷണം പോയത് കഴിഞ്ഞ ദിവസം രാത്രി ഇടപ്പള്ളിയിൽ നിന്നാണ്. 10ാം വയസ്സിൽ അച്ഛൻ ബാലകൃഷ്ണൻ സമ്മാനിച്ച സൈക്കിളാണ് ഇത്. തൻ്റെ പിതാവ് തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സൈക്കിൾ ഒരു കാരണവശാലും വിൽക്കരുത് എന്ന്. അതിനുശേഷം തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ മോഷണം പോയത്. പ്രകാശൻ ചേട്ടനെ സഹായിക്കാനാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരും രംഗത്ത് വന്നിരിക്കുന്നത്. ഇടവേള. എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ വീണയ്ക്കെതിരെ EDയുടെ കൂടുതൽ തെളിവുകൾ. ഇൻവോയ്സ് നൽകുന്നതിന് മുൻപേ വീണയ്ക്ക് പണം കിട്ടി. 45 ലക്ഷം വീണയ്ക്ക് കിട്ടിയത് മുൻകൂറായാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ കർത്തായിക്കെതിരെ EDയുടെ കൂടുതൽ കണ്ടെത്തലുകളുമുണ്ട്. 15 വർഷത്തിനിടെ 182 കോടിയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. ഡാനി പോൾ ഡാനി, കുരുക്കുകൾ മുറുകുകയാണ്. പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്തുമെന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ ഏതാണ്ട് ആ തരത്തിൽ വരുന്നുണ്ട്. സമൻസ് അടക്കം അയച്ചേക്കാം. അതിനിടയിലാണ് വീണയുടെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് വീണയ്ക്ക് റെസിപ്റ്റ് പോലും നൽകാതെ, ഇൻവോയ്സ് പോലും നൽകാതെ പണം കൈമാറാനുള്ള തരത്തിലുള്ള ബന്ധം കർത്തായുമായി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത, ഈ കേസിൽ ഓരോ ദിവസവും കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ വിശദാംശങ്ങൾ, മൊഴിയുടേതടക്കമുള്ള ഒരു വിശദാംശങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേറ്റിംഗ് ചെയർപേഴ്സൺ സമർപ്പിച്ച റിപ്പോർട്ടായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഇടപെടലുകൾ, അതോടൊപ്പം തന്നെ വീണയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച കാര്യങ്ങൾ, വിശദാംശങ്ങൾ, ഒപ്പം വളരെ നിർണായകമായി 2024 ശശിധരൻ കർത്ത EDക്ക് നൽകിയ മൊഴിയിൽ വളരെ വ്യക്തമായി എന്തുകൊണ്ട് താൻ പണം നൽകുന്നു, വീണയുടെ ഒരു കമ്പനിയുമായിട്ടുള്ള ഇടപാടിന് എന്തുകൊണ്ട് താൻ മുതിർന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ അടുപ്പം കൊണ്ട് മാത്രമാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതെന്നടക്കമുള്ള മൊഴി അവർ രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണയ്ക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ഇൻവോയ്സ് നൽകുന്നതിന് മുൻപ് തന്നെ പണം കൈമാറിയിരുന്നു എന്നതാണ്. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ ഏതാണ്ട് 45 ലക്ഷം രൂപയാണ് ഇങ്ങനെ കൈമാറിയിട്ടുള്ളതെന്നാണ് EDയുടെ കണ്ടെത്തലായി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പണം എങ്ങനെ കൈമാറി, എന്തുദ്ദേശത്തിനായിരുന്നു ഇങ്ങനെ ഇൻവോയ്സ് പോലും നൽകാതെ വളരെ മുൻകൂറായിട്ട് ഇത്രയും വലിയൊരു തുക കൈമാറിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. അവിടെയാണ് നേരത്തെ EDക്ക് നൽകിയ ശശിധരൻ കർത്ത നൽകിയ മൊഴി പിണറായി വിജയന് കുരുക്കായി മാറുന്നതും അവിടെ ആയിരിക്കും. കാരണം ഒരു വ്യക്തിപരമായ ഒരു അടുപ്പത്തിലാണ് ഇങ്ങനെ ഒരു കരാർ നൽകിയതെന്ന് അദ്ദേഹം തന്നെ മൊഴി നൽകിയപ്പോൾ അത് എന്തിനായിരുന്നു എന്നത് അത്തരം ചോദ്യങ്ങൾ പിണറായി വിജയനിലേക്ക്
ദിവസങ്ങളിലേക്ക് കൂടി നീളുന്ന ഒരു സ്ഥിതിയാണുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ 3 തവണയോളം വീണ ടിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനിയും ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യത തന്നെ നിലനിൽക്കുന്നു. അതിനുശേഷം പിണറായി വിജയനിലേക്കും ഈ അന്വേഷണം എത്തും എന്ന രീതിയിലേക്കുള്ള സൂചനകൾ തന്നെയാണ് വളരെ വ്യക്തമായി ഇഡിയുടെ ഭാഗത്തു നിന്നുള്ളത്. അതോടൊപ്പം തന്നെയാണ് CMRL എന്ന കമ്പനിയുടെ ആ ഒരു പശ്ചാത്തലം തന്നെ വളരെ ദുരൂഹമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഏതാണ്ട് 182ഓളം കോടി രൂപയുടെ ഇടപെടലുകൾ അനധികൃതമായി അവിടെ നടന്നു എന്നതാണ് ഇഡിയുടെ കണ്ടെത്തലിലുള്ളത്. അത് പ്രധാനമായും തന്നെ ഒരു സർക്കുലർ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന രീതിയിലേക്കാണ് അവിടെ കാര്യങ്ങൾ നടന്നിരുന്നത്. കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഇടപെടലുകൾ നടത്തിയിരുന്നത് എന്നതാണ് പറയുന്നത്. ഇടപാടുകാർക്ക് ഇൻവോയ്സ് നൽകുകയും പിന്നീട് അവരിൽ നിന്ന് അത് പണമായി വാങ്ങുകയും അവർക്ക് കമ്മീഷൻ തുക നൽകുന്ന രീതിയുമായിരുന്നു കമ്പനി അനുവർത്തിച്ചിരുന്നത് എന്നതാണ് ഇഡിയുടെ കണ്ടെത്തലായിട്ട് പറയുന്നത്. അങ്ങനെ 15 വർഷത്തിനിടയ്ക്കാണ് ഇത്രയും ഭീമമായ തുക ഈ രീതിയിലൂടെ ഇടപാടുകൾ നടത്തിയിരുന്നതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ CMRLൻ്റെ മറ്റൊരു കമ്പനിയിലേക്ക്, നിപുണ എന്ന് പറയുന്ന അവരുടെ തന്നെ മറ്റൊരു കമ്പനിയിലേക്ക് ഈ പണം വക മാറ്റിയിട്ടുണ്ട് എന്നതുകൂടി ഇഡിയുടെ തെളിവായി ലഭിച്ചിട്ടുണ്ട്. അത് ഓഹരി ഉടമകൾ അറിയാതെ തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു നിക്ഷേപമടക്കം നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ CMRL കമ്പനിയുടെ ഒരു പശ്ചാത്തലം തന്നെ അതും ദുരൂഹമാവുന്ന രീതിയിലേക്ക് വരികയാണ്. കൂടുതൽ ചോദ്യങ്ങളാണ് ഓരോ ദിവസവും ഉയരുന്നത്. അതുകൊണ്ട് CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് വന്നേക്കും. പിണറായി വിജയനിലേക്കുള്ള ദൂരം ഇഡിക്ക് കുറയുന്നു എന്ന ഒരു സൂചനകൾ തന്നെയാണ് നിലവിലുള്ളത്. രഞ്ജിത്ത, ശരിയാണ്. ഇഡിയുടെ ഇനിയുള്ള നീക്കങ്ങൾ ഗൗരവതരമാണ്. നേരത്തെ നമുക്കറിയാം പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യാൻ എത്തിയപ്പോൾ തന്നെ CPM പ്രവർത്തകർ നടത്തിയ ആക്രമണ സംഭവങ്ങൾ, ആ വിഷയങ്ങളിലൊക്കെ ഇപ്പോഴും അവരൊക്കെ ജയിലിലാണ്. ഇനിയും പിണറായി വിജയനെ ശരിക്കും ചോദ്യം ചെയ്യാൻ എത്തിയാൽ എന്തായിരിക്കും സംസ്ഥാനത്ത് CPMന്റെ നിലപാട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. വ്യാജ വാർത്തയിൽ PK ശ്രീമതിയുടെ പരാതിയിൽ കേസ്. കണ്ണൂർ റൂറൽ സൈബർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മുഖ്യമന്ത്രിക്ക് PK ശ്രീമതി നൽകിയ പരാതിയിലാണ് നടപടി. സൈബർ ഓപ്പറേഷൻസ് IG P പ്രകാശിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തും. ടെലിവിഷൻ ചാനൽ, ദിനപത്രം, യൂട്യൂബ് ചാനലുകൾ എന്നിവയ്ക്കെതിരെയാണ് കേസെടുത്തത്. അമ്മയിലെ ചേരുതിരിവിൽ പുതിയ നീക്കവുമായി മാലാ പാർവതി. കുറ്റാരോപിതർ മാറി നിൽക്കുന്നതെന്നാണ് സന്ദേശം. അമ്മ പെൺമക്കൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ശബ്ദ സന്ദേശം അയച്ചത്. തീരുമാനം പറഞ്ഞാൽ നയിക്കാൻ ഒരു വലിയ സംഘം വരുമെന്ന് മുന്നറിയിപ്പുണ്ട്. ശ്വേതയ്ക്കെതിരായ നീക്കത്തിലാണ് അമ്മയിലെ പുതിയ പടയൊരുക്കം. ഭരണസമിതിക്കെതിരായ നീക്കത്തിന്റെ പിന്തുണയും മാലാ പാർവതി ആവശ്യപ്പെട്ടു. 1-2 സീനിയർ അംഗങ്ങൾ, അമ്മയിലെ പുരുഷന്മാരായിട്ടുള്ള സീനിയർ അംഗങ്ങളുമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. ശ്വേത ഇന്നിട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ സംബന്ധിച്ചായിരുന്നു ആ ചർച്ച. അപ്പോൾ ഞാനൊരു മറുപടി ഇട്ടു, ശ്വേത ഉഷ ഇട്ടു മറുപടി, ഞാനും ഇട്ടു മറുപടി. അപ്പോൾ അതിനെ സംബന്ധിച്ച് 1-2 പേര് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇങ്ങനെ കുറ്റാരോപിതര അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നതായിട്ട് നിങ്ങൾ മാറി നിൽക്കരുത്, നിങ്ങളെല്ലാവരും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ് പാർവതി, ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവിടെ എല്ലാവർക്കും അവരവരുടെ കാര്യമാണ്. ആരാണോ ജയിക്കുന്നത് അവരോടൊപ്പം നിൽക്കാനിരിക്കുന്നവരല്ലേ ഭൂരിപക്ഷം? അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ സംസാരിക്കില്ലേ? എന്തുകൊണ്ടാണ് ആൾക്കാർ മിണ്ടാതിരിക്കുന്നത്? വല്ലാതെ ഹേർട്ട് ചെയ്ത ഒരു സംസാരമാണ് ഞങ്ങൾ തമ്മിലുണ്ടായത്. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ സംസാരിക്കാൻ തീരുമാനിച്ചത്. ഇനി അത് ആവരുത്. എല്ലാവരുടെയും തീരുമാനം അറിഞ്ഞാൽ നമ്മളെ ലീഡ് ചെയ്യാനും നമ്മളോടൊപ്പം നിൽക്കാനും ഒരു വലിയ സംഘം വരും. അത് നമ്മുടെ ഗ്രൂപ്പിൽ ഈ പറഞ്ഞ പോലെ 120 പേരുണ്ട്, ചെറിയ കാര്യമല്ല. അതിൽ 85 പേരുടെ തീരുമാനം നമുക്കറിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തുറക്കും. കുറച്ചും കൂടെ കാര്യങ്ങൾ കുറച്ചും കൂടെ ധൈര്യത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പരമാവധി ആൾക്കാരെ, പണ്ട് പോയവരാണെങ്കിലും അവർ തിരിച്ചു വരാൻ വില്ലിങ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും പേരെ തിരിച്ചു കൊണ്ടുവരിക. നമുക്ക് ഈ തീരുമാനം നാളെ ഉച്ചയ്ക്കകം ഒരു തീരുമാനം ഉണ്ടാവണം. അതിനുശേഷം കേസിന് കൂടെ ചേരണമെങ്കിൽ ചേരണം. രജിസ്ട്രാറുടെ അടുത്ത് പരാതി കൊടുക്കാനാണെങ്കിൽ അത് പോകണം. അല്ലെങ്കിൽ ഞാനും ഉഷയെ സംസാരിക്കുമ്പം എത്ര പേരുണ്ടാവും? നമ്മൾ 2 പേര് കാണുള്ളൂ എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പൊന്നമ്മ ചേച്ചിയും കൂടെ കാണും, അല്ലെങ്കിൽ മായയും കൂടെ കാണും, അൻസബയും കൂടെ കാണും. ഞങ്ങൾ 5-6 പേരെ കാണും. ഇങ്ങനെ ഒരു നിരാശതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ശബ്ദം പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ധൈര്യത്തിൽ ഞാൻ പറയുകയാണ്. ശ്രീദേവി ചേച്ചി പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ശബ്ദത്തിൽ പറയുകയാണ്. എത്ര പേരുണ്ടെന്ന് അറിയണം. എതിർക്കുന്നവരും പറയണം, മിണ്ടാതിരിക്കില്ലേ? നാണക്കേടാണ്. നിങ്ങളുടെ അഭിപ്രായത്തിന് നിങ്ങൾ വാല്യൂ കൊടുക്കൂ, ആത്മാഭിമാനത്തോടെ പറയൂ. അത് നമ്മൾ സ്വീകരിക്കും. ജനാധിപത്യ രാജ്യമാണ്.
ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, ഈ ശ്വേതാമേനെതിരെയാണ് പടയൊരുക്കമെന്നാണ് മനസ്സിലാക്കേണ്ടത്. 120 പേരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ ശ്വേതയില്ല, ശ്വേതയെ പുറത്താക്കുകയൊക്കെ ചെയ്തിരുന്നു. നേരത്തെ വാർത്തയായതാണത്. ഇപ്പോൾ എന്താണ് മാലാപ്പാട് നേതൃത്വത്തിൽ ഉള്ള നീക്കം? രഞ്ജിത്ത്, അമ്മയിലെ ഈ ഒരു കലാപകാലം അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ്, അത് തുടരുക തന്നെയാണ്. അമ്മയുടെ പെൺമക്കൾ എന്ന ഗ്രൂപ്പിൽ, അമ്മയുടെ പെൺമക്കളിലാണ് കൂടുതലായിട്ട് ഈ കലാപകാരികൾ കൂടുതലുള്ളത് എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാവുകയും ചെയ്യുന്നത്. 120 പേരടങ്ങുന്നൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഏതാണ്ട് 85ഓളം പേരുടെ ഒരു പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ധ്വനി ഇതിനകത്തുണ്ട്. അതായത് ഈ അമ്മയിൽ വരുമ്പോൾ ഈ കുറ്റാരോപിതർ മാറി നിൽക്കട്ടെ എന്നൊരു രീതിയും നിലപാടുമെല്ലാം തന്നെ ഈ ശ്വേതയും അടക്കമുള്ളവർ തുടക്കത്തിൽ തന്നെ സ്വീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അപ്പോൾ വളരെ പ്രമുഖരായ പല താരങ്ങൾ ഈ ഇതിൽ അമ്മയുടെ തലപ്പത്തുണ്ടായിരുന്നു. അമ്മയുടെ ഭാരവാഹത്തിൽ നിന്ന് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ തുടർന്ന് മറ്റ് പല കേസുകൾ വന്നിരുന്നു. ഇതെല്ലാം തന്നെ വന്നപ്പോൾ പലർക്കും നീങ്ങി നിൽക്കേണ്ട ഒരവസ്ഥയിലേക്കും എല്ലാം തന്നെ കാര്യങ്ങൾ വരികയും ചെയ്തു. അമ്മയുടെ ഒരു നിലപാടായിട്ട് അത് വരികയും അത് പ്രകീർത്തിക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായി. അങ്ങനെ കുറ്റാരോപിതർ ഇതിൽ വരേണ്ടതില്ല എന്ന് അടക്കമുള്ള കാര്യങ്ങളുണ്ടായി. പക്ഷേ ഇപ്പോൾ ഈ മാലാപാർവതിയുടെ ഓഡിയോ ക്ലിപ്പിങ്ങിൽ നിന്ന് അതിൽ മനസ്സിലാകുന്നത് അങ്ങനെ പലരെയും നീക്കി നിർത്തപ്പെടേണ്ടവരുണ്ട്. അത് ശരിയാണോ എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ കുറ്റാരോപിതർക്ക് കടന്നു വരാം എന്ന രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പലപ്പോഴും ഈ കുറ്റാരോപിതർക്ക് അവർക്കെതിരെ തന്നെ നിലപാടെടുത്ത ആളുകൾ തന്നെയാണ് ഇവർ. അപ്പോൾ ഇവരെന്തുകൊണ്ട് ഈ രീതിയിൽ പറയുന്നു എന്നതാണ്. അത് ഈ ശ്വേതാമേനോനെ എതിർക്കുക എന്നത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഭരണസമിതി എതിർക്കുക മാത്രം വെച്ചുകൊണ്ട് ഈ നിലപാടുകളിൽ മാറ്റം വരുത്തുന്നു എന്നതാണ് ഇവർക്കെതിരായ ഒരു ആരോപണമായിട്ടെല്ലാം തന്നെ ഉയരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങളും ഇത് അല്ലെങ്കിൽ അമ്മയുടെ തുടർ പൊട്ടിത്തെറികളും എല്ലാം സ്വാഭാവികമായി നമ്മളെല്ലാം തന്നെ കാണുന്നതാണ്. അതെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഒരു പുതിയ ആശയം പറഞ്ഞു വെക്കുന്നുണ്ട് മാലാപാർവതി. ഒരു വലിയ സംഘം വരും നയിക്കാൻ എന്നതെല്ലാം തന്നെ പറയുന്നു. അമ്മയുടെ പെൺമക്കളുടെ പിന്തുണയാണ് അതിലേറ്റവും അനിവാര്യമായിട്ടുള്ളത് എന്നത് മാലാപാർവതിക്കും അറിയാം. അതുകൊണ്ട് അവരുടെ ഒരു പിന്തുണ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഇവർ കടന്നു വരൂ. കാരണം അമ്മയിലെ ഈ വനിതാ താരങ്ങൾ ഇവർ കൂട്ടമായി എതിർത്താൽ ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, നിലപാടടക്കം പിന്മാറേണ്ടി വരും. അപ്പോൾ അവരുടെ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ വോയിസ് ക്ലിപ്പ് വരുന്നത്. എന്തായാലും ശ്വേതാമേനോനെ എതിർക്കുക എന്ന രീതിയിലേക്ക് പുതിയ നിലപാടുകൾ വരുമ്പോൾ അവരുടെ പഴയ നിലപാടിൽ ഈ കുറ്റാരോപിതർ മാറി നിൽക്കട്ടെ എന്ന നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുന്നുണ്ടോ എന്നതാണ് പൊതുവായൊരു ചോദ്യം ഉയരുന്നത്. ഏതായാലും അമ്മയിലെ കലാപകാലം അടങ്ങുന്നില്ല. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് അവസ്ഥ. കൊച്ചി തൃക്കാക്കരയിൽ നടുറോഡിൽ ഏറ്റുമുട്ടി യുവാക്കൾ, 3 പേർക്ക് പരിക്കുണ്ട്. നാട്ടുകാരും കാറിലെത്തിയ സംഘവുമാണ് ഏറ്റുമുട്ടിയത്. കാറിലെത്തിയ സംഘം അതിനുശേഷം കടന്നു കളഞ്ഞു. വാഴക്കാല സ്വദേശികളായ ഷാഫി, നിസാം, അച്ചു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് കാക്കനാട് NGO ക്വാർട്ടേഴ്സ് ജംഗ്ഷനിൽ ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. വഴിയിലൂടെ കടന്നുപോയ 3 പേരുമായി കാറിലെത്തിയ സംഘം വാക്കുതർക്കമുണ്ടാവുകയും അവരെ മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് വിവരം. സഞ്ചരിച്ച വാഹനം കണ്ടെത്താൻ ഈ സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി തൃക്കാക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. എന്തോന്ന് പോലെ 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 എറണാകുളത്താണ് ഈ സംഭവം ഉണ്ടായത്. തൃക്കാക്കര പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. 3 പേർക്ക് കാര്യമായി പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാക്കനാട് NGO ക്വാർട്ടേഴ്സ് ജംഗ്ഷനിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ കുറച്ചുകൂടി ലഭ്യമാകാനുണ്ട്.
തൊടുപുഴയിൽ പോലീസ് ഔദ്യോഗിക വാഹനത്തിൽ നിന്നും മദ്യക്കുപ്പി കണ്ടെത്തിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ SI NS റോയ്, CPO ജിജോ ആന്റണി എന്നിവർക്കാണ് സസ്പെൻഷൻ. തൊടുപുഴ മങ്ങാട് കവലയിൽ ലോകകപ്പ് മത്സരത്തിനിടയിൽ ഡ്യൂട്ടിക്കെത്തിയ ഇവർ മദ്യപിച്ചിരുന്നുവെന്ന് കണ്ടെത്തുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ എറണാകുളം റേഞ്ച് DIG ആണ് നടപടിയെടുത്തത്. പാചകവാതകത്തിന് എത്ര വില കൂടിയാലും അതൊന്നും ബാധിക്കാത്ത ഒരു നാടൻ ചായക്കടയുണ്ട് ഇടുക്കിയിൽ. ആദിവാസി രാജസന്നദ്ധിയുടെ പേര് കേട്ട കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽ മലയിലെ അമ്മിണി അമ്മയുടെ ചായക്കട. ഇവിടുത്തെ പാചകമെല്ലാം ഇപ്പോഴും വിറകടുപ്പിലാണ്. പഴമയുടെ രുചി ആസ്വദിക്കണമെങ്കിൽ ഇവിടുത്തെ ചായ തന്നെ കുടിക്കണം. ഈ റിപ്പോർട്ടോടെ 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഇതാണ് ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽമല പാമ്പാടിക്കുഴിയിൽ പ്രവർത്തിക്കുന്ന അമ്മിണിയമ്മയുടെ ചായക്കട. 1995 അമ്മിണിയമ്മയും ഭർത്താവും ചേർന്ന് ഇവിടെ ചായക്കട ആരംഭിച്ചത്. കാലം ഒരുപാട് പിന്നിട്ടെങ്കിലും അമ്മിണിയമ്മയുടെ ചായക്കടയ്ക്ക് മാറ്റമൊന്നുമില്ല. പാചകമെല്ലാം ഇപ്പോഴും പഴയപടി വിറകടുപ്പിൽ തന്നെയാണ്. ഗ്യാസൊന്നും വേണ്ട, ഇതൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുമല്ലേ. ഗ്യാസ് മേടിച്ച മുതലാകിയല്ല, വിറകൊണ്ട് ഇഷ്ടം പോലെ അങ്ങനെ പ്രത്യേകിച്ച് പോകും. ഗ്യാസ് ആകുമ്പോൾ രുചി കുറവാണെന്നാണ് പറയുന്നത്. ഗ്യാസിൻ്റെ ചായക്ക് എല്ലാവരും, ഇവിടെയുള്ള മനുഷ്യരെല്ലാവരും വരുന്നു, പുറത്തുനിന്നും വരും ആൾക്കാർ. ഭർത്താവ് മരിച്ച ശേഷം 6 മാസക്കാലം കട അടച്ചിട്ടിരുന്നു. പിന്നീട് വീണ്ടും തുറന്നപ്പോഴും കടയ്ക്ക് മാറ്റമൊന്നും വരുത്തിയില്ല. ചായയ്ക്കൊപ്പം പലഹാരങ്ങളുമുണ്ടെങ്കിലും പരിപ്പുവടയാണ് കൂടുതൽ പേർക്കും പ്രിയം. നാടൻ ചായക്കടകൾ ഇക്കാലത്ത് അപൂർവ കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ പരസ്യചിത്രങ്ങളുടെയും മറ്റ് സിനിമകളുടെയും ഒക്കെ ചിത്രീകരണത്തിനായി പലരും ഇവിടെ എത്താറുമുണ്ട്. വലിയൊരു മരത്തിൻ്റെ തണലിലാണ് ഈ നാടൻ ചായക്കടയുള്ളത്. ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഈ ചെറിയ ചായക്കട അമ്മിണിയമ്മയുടെ ഉപജീവനത്തിനൊപ്പം സൗഹൃദങ്ങളുടെ ഒരു സങ്കേതം കൂടിയാണ്. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.